ഹലോ, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ മെട്രോ കയറി എങ്ങോട്ട് പോവുകയാണെന്നല്ല എല്ലാവരും വിചാരിക്കുന്നത്. ഇന്ന് നമ്മൾ എടപ്പള്ളി ലുലു മാളിലേക്കാണ് പോകുന്നത്. അപ്പോൾ അവിടുത്തെ കാഴ്ചകളും ചെറിയ ചെറിയ വിശേഷങ്ങളുമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. നമ്മൾ ലുലു മാളിലെത്തി. അപ്പോൾ ഇത് മെട്രോയിൽ നിന്നുള്ളൊരു എൻട്രി ആണ് നമ്മൾ കാണുന്നത്. മെട്രോയിലാണ് ഞങ്ങൾ ലുലുവിൽ വന്നത്. അപ്പോൾ ലുലു ഗ്രൗണ്ട് ഫ്ലോറിൽ കാണുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ചെറിയ ചെറിയ കാഴ്ചകളൊക്കെ ഉള്ളൂ. ചെറിയൊരു വീഡിയോ ആണ്. അപ്പം ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഞാനിവിടെ ആദ്യമായിട്ടാണ് വരുന്നത്. ലുലു തുറന്ന പിന്നെ ആദ്യമായിട്ടാണ് ഞാൻ ഇവിടെ വന്നത് മെട്രോയിൽ. അപ്പോൾ ഞങ്ങളിവിടെ വന്നത് ആലുവയിലായിരുന്നു നിലവിൽ. അപ്പോൾ ഭയങ്കര ചൂടൊക്കെ അല്ലേ. അപ്പോൾ ഇന്ന് പുറത്തുനിന്നൊക്കെ ഭക്ഷണം കഴിച്ച് ഇവിടെ സ്പെൻഡ് ചെയ്ത് സമയം ചുമ്മാ കളയാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഞാനുണ്ട്, ബസ്സുണ്ട്, കല്യാണിയുണ്ട്. അപ്പോൾ ഞങ്ങളിവിടെ ചെറിയ പ്രൈസിൽ ഇത് ഡ്രസ്സൊക്കെ കൊടുക്കുന്നപ്പോൾ ഡ്രസ്സൊക്കെ എടുക്കുവാണ്. കല്യാണിക്കാണ്. അപ്പോൾ അതൊക്കെ നോക്കുവാണ്. ഒരു വീട്ടിലിടാൻ പറ്റിയ ഡ്രസ്സ് 199 രൂപയ്ക്കല്ലേ ഉള്ളൂ. അപ്പോൾ ആ റേറ്റിലൊക്കെ നമ്മളിങ്ങനെ പർച്ചേസും ഒക്കെ നടത്തി. ഇപ്പോൾ അതൊക്കെ ചെറിയ ചെറിയ സാധനം, തുണികളും പിന്നെ ഭക്ഷണം ഇന്ന് ഉച്ചയ്ക്ക് ഇവിടെ നിന്ന് തന്നെ കഴിക്കാമെന്ന് വെച്ചു. അതവിടെ ഒരുപാട് വാച്ചിൻ്റെ കളക്ഷനൊക്കെ ഉണ്ട്. ഞാൻ ഉപയോഗിക്കുന്ന വെച്ചാൽ ടൈറ്റാനൊക്കെ നോക്കി. അപ്പോൾ നമ്മൾ സ്മാർട്ട് വാച്ചാണ് ടൈറ്റാൻ്റെ നോക്കുന്നത്. കുറച്ച് കഴിയുമ്പോൾ എടുക്കുന്നുണ്ട് എന്തായാലും. എന്താ ടോയ്സ് ഒക്കെ ഉണ്ട്. നല്ല അത് കൊച്ചുനാരായണന് പറ്റിയൊരു ടോയ്സ് ഞാൻ ഇവിടെ കണ്ടുവച്ചു. ഫസ്റ്റ് റവന്യൂ വരുമ്പോൾ നമുക്ക് ഒരെണ്ണം മേടിക്കാം. എന്തായാലും കിട്ടട്ടെ എന്ന് കരുതിയിരിക്കുന്നു. ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ. വളരെ വിലക്കുറവുണ്ട്. എന്നാൽ നമുക്ക് അത്യാവശ്യം എല്ലാ സംഭവവും ഉണ്ട്. അപ്പോൾ നമ്മൾ ഒരു വീട്ടിലേക്കുള്ള എല്ലാ സംഭവവും ഇതിൽ ഉപയോഗിച്ച് കിട്ടും കേട്ടോ. നമുക്ക് പൈസ ഉണ്ടെങ്കിൽ കൈ നിറച്ച് മേടിച്ചോണ്ട് വരാം. പിന്നെ ഇവിടെ ട്രെയിൻ പോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇതെന്താ സംഭവം, കയറി ഇതിൽ തന്നെ ഇരുന്ന് യാത്ര ചെയ്ത് പോകാൻ നല്ല രസമുണ്ട് കാണാൻ കേട്ടോ. ഞാനാദ്യമായിട്ടാണ് കാണുന്നത്. ഇവിടെ വന്നിട്ടുള്ളവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം. അങ്ങനെ നിങ്ങളുടെ ഓരോരോ കമൻറ്റുകളും ലൈക്കും ഒക്കെ ആണെങ്കിൽ കാണുമ്പോൾ വീഡിയോ വ്യൂസിനനുസരിച്ച് ലൈക്ക് കാണുമ്പോൾ വലിയ സന്തോഷം. അതുപോലെ തന്നെ കമൻറ്റ് കാണുമ്പോഴൊക്കെ സന്തോഷം തോന്നും. നിങ്ങൾ മാക്സിമം കമൻറ്റും ലൈക്കും ഒക്കെ തന്ന് സപ്പോർട്ട് ചെയ്യണേ. എല്ലാ കാണുന്ന എല്ലാവരും ഒരു ലൈക്കെങ്കിലും ചെയ്തിട്ട് പോകണം കേട്ടോ. അങ്ങനെ നമ്മൾ പിള്ളേരുടെ പ്ലേയിലേക്ക് എത്തി. ഒരുപാടുണ്ട്. അപ്പോൾ ഇവിടെ ഞങ്ങളങ്ങനെ കയറാനൊന്നും നോക്കിയില്ല. ഒരുപാടുണ്ട് കയറി കളിക്കാനൊക്കെ. പക്ഷെ ഞങ്ങൾക്ക് ഇവിടെ എങ്ങനെയാണ് ഇത് കാർഡ് എടുക്കണമെന്ന് മനസ്സിലായി. പക്ഷേ ഇത് എവിടെ എന്താ സംഭവം എന്നൊന്നും നമ്മൾ നോക്കിയിട്ടൊന്നും കണ്ടുമില്ല. ഇത് എങ്ങനെ ചെയ്യുന്നതെന്ന് അറിയത്തില്ലാത്തതുകൊണ്ട് നമ്മൾ പോകുന്നത്. പിന്നെ അവസാനം ഞങ്ങൾ പോരാൻ നേരത്താണ് ഒരു ചേട്ടൻ പറഞ്ഞത് അവിടെ ചെന്നിട്ട് കാർഡ് എടുക്കണം. കാർഡ് എടുക്കുമ്പോൾ അതിൽ ക്രെഡിറ്റ് ചെയ്യണം. പൈസ ക്രെഡിറ്റ് ചെയ്തിട്ട് അതിനെ വെച്ചിട്ട് നമുക്ക് കളിക്കാമെന്ന് കഷയാക്കാതെ. അവസാനം പോരാൻ നേരത്താണ് ഞങ്ങളത് കണ്ടത്. ഒരു ചേട്ടനോട് കളിച്ചുകൊണ്ടിരുന്ന ഒരു ചേട്ടനോട് ചോദിച്ചപ്പോഴാണ് ആ ചേട്ടനാണ് ഞങ്ങൾക്ക് പറഞ്ഞു തന്നത്. പിന്നെ ഞങ്ങൾ പോകുന്നത്. പിന്നെ ഇവിടെ ഒരുപാട് ഗെയിമിൻ്റെ മ്യൂസിക് കാരണം ഞാൻ മ്യൂട്ട് ചെയ്ത് കേട്ടോ. അവിടെ ബാക്ക്ഗ്രൗണ്ടിൽ ഭയങ്കര സിനിമയുടെ ഇങ്ങനെ റൈഡിൻ്റെ ഒക്കെ സൗണ്ടൊക്കെ ആയിരുന്നു. ഭയങ്കര വോയിസ് ആയിരുന്നു. അതുകൊണ്ട് ഇവിടുത്തെ പുറത്തെ ഒച്ചകളൊക്കെ ഞാൻ മ്യൂട്ട് ചെയ്തിട്ട് വോയിസ് ഓവർ കൊടുക്കുന്നതാണ്. അപ്പോൾ നല്ല രസമുണ്ട്. വസുവിനെ കൊണ്ട് വന്ന് ഇവിടെയൊക്കെ മൊത്തം കയറ്റിക്കണം. അല്ലെങ്കിൽ വണ്ടർലയിൽ പോവുകയാണെങ്കിൽ നമുക്ക് ഇതിലും കൂടുതൽ റൈഡുകളിലൊക്കെ കയറാനും പറ്റും. അവിടെ ഗെയിംസ് കളിക്കാനും പറ്റും. വസുവിന് ഇവിടെ കയറണം എന്നൊക്കെ ആഗ്രഹം പറഞ്ഞു. അപ്പോൾ നമുക്കൊരു വലിയൊരു അവധി, ഓണത്തിൻ്റെയൊക്കെ അവധി വരുമ്പോൾ എല്ലാവരും വിളിച്ച് വണ്ടർല ഇങ്ങനെ ഇറങ്ങാൻ പോകണം. ഇവിടെ എറണാകുളം തന്നെയല്ലേ. അപ്പോൾ അവിടെ ഒന്ന് പോകണം. പിന്നെ ഇവിടുന്ന് ഞങ്ങൾ നേരെ 3 മണി വരെ ഞങ്ങൾ ഇവിടെ സ്പെൻഡ് ചെയ്തു. അത് 3 മണിക്ക് ശേഷം ഞങ്ങൾ ഒരു ബീച്ചിൽ പോയി. അതിൻ്റെ വീഡിയോ ഞാൻ ഇതിൻ്റെ പുറകെ തന്നെ ഇടാം. ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. ചെറായി ബീച്ചിലാണ് പോയത് ഇവിടുന്ന്. അപ്പോൾ നല്ല രസമാണ്. അപ്പോൾ അവിടുത്തെയും കാഴ്ചകൾ ഞാൻ ഈ മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യാം. അവിടെ വീഡിയോ ഒക്കെ എടുത്തു. ചെറിയൊരു വീഡിയോ ആണത്. അതിൻ്റെ ഞാൻ ഉൾപ്പെടുത്താം കേട്ടോ. അപ്പം നമുക്ക് ലുലുവിലെ കാഴ്ചകളും പിള്ളേരുടെ ഒരു ഹാപ്പിനെസ് കണ്ട് പോരാം. കല്യാണിക്ക് ഇവിടെ സിയോ ഗ്രാവിറ്റി കയറണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. പക്ഷേ എന്തോ
ഞങ്ങൾക്ക് കയറാൻ തോന്നില്ല. കാരണം ചുമ്മാ ഓട്ടം കറങ്ങിക്കൊണ്ടിരിക്കും. അങ്ങനെ സീറോ ഗ്രാവിറ്റി വരുന്നത് നമ്മൾ അന്തരീക്ഷത്തിൽ പാറി പറഞ്ഞു നിൽക്കില്ലല്ലോ, ചുമ്മാ ഒട്ടിപ്പിടിച്ചാൽ നിൽക്കുമല്ലേ ഉള്ളൂ. ഞങ്ങൾക്ക് കൺഫ്യൂഷൻ ആയിട്ട് ഇതിനകത്ത് എന്താ സംഭവിക്കുന്നത്. എല്ലാവരും ഞങ്ങൾ നോക്കി ഷാഡോ ചുമ്മാ ഈ സാധനം വട്ടം കറങ്ങുന്നതായിട്ട് നമ്മൾ ഒട്ടിപ്പിടിച്ചിരിക്കുന്നത്, അത്രയും സംഭവമുള്ളൂ. സീറോ ഗ്രാവിറ്റി എന്ന് പറയുമ്പോൾ ശരിക്കും നമ്മളതിൽ പാറി പറന്ന് നടക്കുന്നത് ആ സംഭവമാണെന്നാണ് ഞങ്ങൾ കരുതി. അങ്ങനെയാണെങ്കിൽ കയറണമെന്ന് കരുതി. പക്ഷെ ഞങ്ങൾ കണ്ടപ്പോൾ ഞങ്ങൾക്ക് അതല്ല തോന്നിയത്, അതുകൊണ്ട് കയറിയില്ല. ശരിക്കും നമുക്ക് സീറോ ഗ്രാവിറ്റി എന്ന് വെച്ചാൽ അതല്ലേ, എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല കേട്ടോ. അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ബാക്കി കാഴ്ചകളും കണ്ടിട്ട് ഞങ്ങൾ ഇനി ഇവിടെ നേരെ ഫുഡ് കഴിക്കാനാണ് പോകുന്നത്. ഫുഡ് കഴിച്ചിട്ട് ഇവിടെ നേരെ നമ്മൾ ചെറായി ബീച്ചിലേക്ക് പോകും. അപ്പോഴോ ഇതിൻ്റെ ഇൻസ്ട്രക്ഷനൊക്കെ എഴുതി വെച്ചേക്കുന്നുണ്ടോ. സീറോ ഗ്രാവിറ്റി, പ്ലേ ബൈ റൂൾസ് എന്ന് പറഞ്ഞ് ചിൽഡ്രൻസ് 130 സെൻറ്റിമീറ്റർ വേണമെന്നും 10 വയസ്സുണ്ടാവണമെന്നൊക്കെ എഴുതി വെച്ചേക്കുന്നത്. എല്ലാത്തിനും റൂൾസ് ഉണ്ട് കേട്ടോ. അതനുസരിച്ച് നമ്മളിവിടെ കയറാൻ പറ്റുള്ളൂ. അങ്ങനെ ഞങ്ങളിവിടെ ഐസ്ക്രീം ഒക്കെ കഴിക്കാൻ നേരെ ഐസ്ക്രീം കഴിച്ചിട്ട് നേരെ ഭക്ഷണം കഴിക്കാൻ പോയി. നല്ല തലതിരിഞ്ഞാണ് ഞങ്ങൾ ഭക്ഷണം കഴിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടണും കൂടി ഇനേബിൾ ചെയ്യണം കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.